എവിടെ നിന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളും. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ല് മേടിച്ചു കൂട്ടാൻ. 4 കൊടുക്കുമ്പോ 3 കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മടത്തിന്ന് അമ്മാമ്മച്ചി 16 തവണ ഫോൺ വിളിക്കുന്നത്. ഓവർ ആക്കല്ലേ, 16 തവണ. എന്റെ ഇച്ചായ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചായ എന്നതോ ഒരു പ്രശ്നമുണ്ട്. ഇച്ചായന്റെ മൊബൈലിന്റെ അതിവിടെ ആഫീസിൽ കാണും. അമ്മാമ്മച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ. എങ്കി എന്നെ കൈ കിട്ടിയാ തല്ലിക്കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. 2 തല്ല് കിട്ടിയാലും അതും മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞു വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ആ വണ്ടിയുടെ കീങ്ങിതാ. പിന്നെ അമ്മാമ്മച്ചി ക്ലബിലോട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുന്നു. എടാ ക്ലബ് അല്ല, ക്ലബ്, CLUB ക്ലബ്. ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ് തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓ സർ. യെസ്. ഹലോ, രാജഗോപാൽ സാറല്ലേ? ക്ലിപ്പിൽ നിന്ന് കുര്യച്ചന. സത്യമാണോടാ? കന്യാസ്ത്രീ മഠമാണ് സാർ. അതെ, പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയാം സാർ. ഉവ്വ. ഓക്കെ. ജോണി സർ, താൻ ആ DGPയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി. ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത്. പറഞ്ഞേക്കാം. കിട്ടിയോ? എൻഗേജ്ഡ് ആണ് സർ. ഓ, ഒന്ന് വേഗം വിളിക്കടോ. ഫോൺ അടിക്കുന്നു. അബൂബക്കറാ, രാജഗോപാലിന്റെ. ഹലോ, റിംഗുണ്ട് സർ. ഇങ്ങതാ സാർ. ഹലോ. ഇൻഫർമേഷൻ സോളിഡാ. ഡേവിഡിന്റെ കസിനാണ് അവിടുത്തെ മദർ സുപ്പീരിയർ. യെസ് സാർ, ഐ ആം ഓൺ മൈ വേ. പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല. യെസ് സാർ, താങ്ക് യു സാർ. പണിയാണ് ചെയ്ത. ഇനിയെ സൂനൊന്ന് വിളിക്കും. ഓ, പരിധിക്ക് പുറത്ത്. ഇവൻ പോയാലും ചെയ്തേ മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവളെ പൊക്കിയിരിക്കണം. അണ്ണാ സുഖു. എന്തൊക്കെയാ? എടാ, രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നേര്യമംഗലത്തൊന്ന് നിർത്തിക്കും. അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാൽ മതി. സ്ട്രൈറ്റ് റൂട്ട് മാറി മാറി അവനെ ഒന്ന് വട്ടം കിടക്കും. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. ഏറ്റു ചായ. ഡിക്കയുടെ വണ്ടി. അബൂബക്കർ, അവനെ പിടിക്കണം. ഒന്ന് വേഗം വിടറോ. ഒന്ന് വേഗം. സർ, അതിനെ പിടിക്കാൻ ഈ അംബാസഡറോ? താൻ സൈഡാക്കി ഒതുക്ക്. എടോ ഒതുക്കാൻ. ഒന്ന് നിർത്തണോ വേണം. മണ കുണാന്ന് പറഞ്ഞു മാറിയിരിക്കേ. സർ,
സർ, ആ എന്നതാ സാറേ? വണ്ടിയിൽ ഡേവിഡ് ഇല്ല സർ. ഇല്ലേ? ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ? ദേ പറന്നു വരുന്നു. അവൻ ആ പെണ്ണിനെയും പൊക്കി പറക്കുന്നത് കണ്ടോളൂ. എന്നാടാ? റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.